ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. ഞാൻ മായ. N4 ന്യൂസിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം നടന്നു. CPIM ഒറ്റപ്പാലം ഏരിയ കമ്മിറ്റിയുടെ പുതിയ ഓഫീസിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു നിർവഹിച്ചു. ഈ പാർട്ടിക്ക് ഒരു അപകടം എന്ന് പറഞ്ഞാൽ തിരിഞ്ഞുകൊടുകയല്ല ചെയ്യുക. എൻ്റെ ഒരു പാർട്ടി സഖാവിന് ഒറ്റപ്പാലം ടൗണിലിട്ട് അടിക്കണു എന്ന് ലക്കിടിയിൽ കേട്ടാൽ ആ ലക്കിടിയിലെ പാർട്ടി അംഗം നേരെ വണ്ടിയെടുത്ത് കൂടെ വരും. എന്നിട്ട് ചോദിക്കും, ആരടാ എൻ്റെ സഖാവിനെ തല്ലി എന്ന് ചോദിക്കും. അവൻ്റെ മനസ്സിൽ ഭയവുമില്ല. അവൻ്റെ മനസ്സിൽ എനിക്കെന്തെങ്കിലും നഷ്ടപ്പെടും ആ സ്ഥലത്ത് പോയാൽ. എൻ്റെ മക്കൾ ഞാനില്ലാതായാൽ അനാഥമാകുമെന്ന് പറഞ്ഞിട്ടില്ല. അനാഥമായാലും ശരി, എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും ശരി, എൻ്റെ സഖാവിൻ്റെ ശരീരത്തിലൊരു പോറൽ വീണാൽ, ഒരു തരി മണ്ണ് ശത്രുവിൻ്റെ കയ്യിൽ നിന്നും വീണാൽ അത് ഞാൻ എൻ്റെ ജീവൻ കൊടുത്തും തടുക്കും. ഇതിന് പ്രാപ്തമാണ് നമ്മുടെ പാർട്ടി മെമ്പർമാർ. അങ്ങനെ ലക്ഷോപലക്ഷം പാർട്ടി അംഗങ്ങളുള്ള ഒരു നാടാണ് ഈ കേരളം. അതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ എന്ന് പറയുന്നത്. ആ അടിത്തറ വിപുലീകരിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ഇത്തരം പാർട്ടി ആഫീസ് കേന്ദ്രങ്ങൾ. നമ്മളെ വെറുതെ പറയുന്നതിൽ ആഫീസുകളെല്ലാം ജനസേവന കേന്ദ്രങ്ങളാണ് എന്ന്, അത് പൂർണ്ണ അർത്ഥത്തിൽ അത് നടപ്പിലാക്കാൻ പ്രായോഗികമായി അത് ജനങ്ങളുടെ മുമ്പിൽ ഇതാണ് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനമെന്ന് അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് കഴിയണം. അതിനാണ് പാർട്ടി ആഫീസ് കേന്ദ്രങ്ങൾ. ആധുനിക സംവിധാനം അടക്കമുള്ള കോൺഫറൻസ് ഹാൾ അടക്കമുള്ള പുതിയ AKG മന്ദിരത്തിൻ്റെ നിർമ്മാണം 7 മാസത്തിനുള്ളിൽ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ്, S അജയ്കുമാർ, MR മുരളി, രാജഗോപാൽ, രാമചന്ദ്രൻ, സുരേഷ്, ലോക്കൽ സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മാലിന്യങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്യുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. ഒറ്റപ്പാലം നഗരസഭയുടെ പനമണ്ണയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വർഷങ്ങളായി കുന്നുകൂടി കിടക്കുന്ന പരമ്പരാഗത മാലിന്യങ്ങൾ വേർതിരിച്ച് നീക്കം ചെയ്യുന്ന ബയോ മൈനിംഗ് പദ്ധതിക്ക് തുടക്കമായി. കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിയുടെ നേതൃത്വത്തിലാണ് യന്ത്രസഹായത്താൽ മാലിന്യങ്ങൾ തരംതിരിച്ച് മാറ്റുന്നത്. മാലിന്യം വേർതിരിക്കുന്ന ട്രെമ്മൽ മെഷീന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചുകൊണ്ട് പ്രവൃത്തിയുടെ ഔപചാരിക ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ജാനകി ദേവി നിർവഹിച്ചു. ട്രെഞ്ചിങ് ഗ്രൗണ്ടിൽ മല പോലെ അടിഞ്ഞുകൂടിയിട്ടുള്ള നമ്മുടെ ഒരു 30 വർഷത്തിലും മീതെ പഴക്കമുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്ത് ഈ പ്രദേശം വൃത്തിയായി മറ്റുള്ള നമ്മുടെ ഇനി വരുന്ന കുറേ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതക്ക രീതിയിൽ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ പദ്ധതിയിൽ 2 കോടി രൂപ മാറ്റിവെക്കുകയും അത് ടെൻഡർ എടുക്കുകയും ചെയ്തിരിക്കുന്നത് നമ്മുടെ MCK കുട്ടി എന്ന ഏജൻസിയാണ്. അവർ മുഖാന്തരം നമ്മളിവിടുത്തെ പ്ലാസ്റ്റിക്കിന് 12 വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചുകൊണ്ടാണ് അത് ഇവിടുന്ന് കയറ്റി പോകുന്നത്. പ്ലാസ്റ്റിക് വേറെ, ചെരുപ്പ്, കുപ്പി, അതേപോലെ ബയോമെഡിക്കൽസ്, അതുപോലെ ഈ മാലിന്യത്തിലുള്ള മണ്ണ് വേറെയാക്കി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് തരംതിരിച്ചുകൊണ്ട് ഇവിടുന്ന് കയറ്റി പോവുകയാണ്. അങ്ങനെ ഓരോന്നും തരംതിരിച്ച് കയറ്റിപ്പോയി ഈ പ്രദേശം നമുക്ക് വൃത്തിയാക്കേണ്ടതുണ്ട്. നഗരസഭാ സെക്രട്ടറി പ്രദീപ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ നഗരസഭാ വൈസ് ചെയർമാൻ K രാജേഷ് അധ്യക്ഷത വഹിച്ചു. മാലിന്യം നിക്ഷേപിച്ച് ഒരു വലിയ മലയായി ഇവിടെ മാറിയിരിക്കുകയാണ്. ഈ മാലിന്യത്തിൽ നിന്നും ആ തോട്ടിലേക്ക് ഉൾപ്പെടെ ഒഴുകിപ്പോകുന്ന മാലിന്യം വീഴുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. ഈ തോട്ടിലെ വെള്ളം ഭാരതപ്പുഴയിലെത്തുന്നു. ഭാരതപ്പുഴയിലെ വെള്ളമാണ് നമ്മുടെ വീട്ടിലേക്ക് പൈപ്പിലൂടെ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മാലിന്യം ലോകത്തെ വലിയ പട്ടണങ്ങളിൽ, നമ്മുടെ രാജ്യത്തെ വിവിധ സിറ്റികളിൽ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ വിവിധ പട്ടണങ്ങളിലുമൊക്കെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ്. അപ്പോൾ നിലവിൽ നമ്മുടെ മാലിന്യ സംസ്കരണശാല ആധുനികവൽക്കരിക്കാൻ ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ആലോചിക്കുമ്പോൾ
ഈ പരമ്പരാഗത മാലിന്യം ഇവിടെ നിന്ന് പോകേണ്ടതായിട്ടുണ്ട്. ഇത് ശാസ്ത്രീയമായി കൊണ്ടുപോകണമെങ്കിൽ അതിൻ്റെ ഒരു നിരവധിയായ പ്രോസസ്സിംഗ് പ്രക്രിയ നടത്തേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ശാസ്ത്രീയമായി അത് സംസ്കരിക്കാൻ കഴിവും ശേഷിയുമുള്ള ഒരു ഏജൻസിയാണ് ഇതിൻ്റെ ഒറ്റപ്പാലത്ത് ഇപ്പോൾ കരാർ എടുത്തിട്ടുള്ളത്. ഇപ്പോൾ ഏതാണ്ട് 20,100 m³ മാലിന്യം ഇവിടെ നിന്ന് നീക്കം ചെയ്യേണ്ടതായിട്ടാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫൗസിയ ഹനീഫ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനീറ മുജീബ്, കൗൺസിലർമാരായ ഗോപൻ, പ്രസീത, അനിത, ആമിന സമീർ, ശോഭന, മണികണ്ഠൻ, അക്ബർ അലി, കല്യാണി, ഗംഗാധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 1990കളുടെ തുടക്കത്തിലാണ് ഒറ്റപ്പാലം നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാനുള്ള ഇടമായി പനമണ്ണയിലെ മാലിന്യ സംസ്കരണശാല മാറിയത്. ആദ്യകാലത്ത് ജൈവമാലിന്യം വളമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നടന്നിരുന്നത്. കാലങ്ങളായി കുന്നുകൂടിയിട്ടുള്ള അജൈവ മാലിന്യം നീക്കം ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള പ്രവൃത്തി കഴിഞ്ഞ വർഷം നഗരസഭ നടപ്പാക്കിയിരുന്നു. ബാക്കിയുള്ള 20,100 ക്യൂബിക് മീറ്റർ മാലിന്യം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തിക്കാണ് തുടക്കമായത്. വയോധികയുടെ കണ്ണിൽ മുളക് പൊടിയെറിഞ്ഞ് സ്വർണ്ണമാല പിടിച്ചുപറിച്ച യുവതിയെ ഒറ്റപ്പാലം പോലീസ് അറസ്റ്റ് ചെയ്തു. ഒറ്റപ്പാലം കണ്ണിയമ്പുറത്ത് പട്ടാപ്പകൽ മുഖംമൂടി ധരിച്ചെത്തി വയോധികയുടെ കണ്ണിലേക്ക് മുളക് പൊടിയെറിഞ്ഞ് സ്വർണ്ണമാല പിടിച്ചു പറിച്ച കേസിൽ നാട്ടുകാരിയായ യുവതി പിടിയിലായി. പനമണ്ണ ചക്കുള്ളിപ്പറമ്പിൽ ഗീതയാണ് അറസ്റ്റിലായത്. വീട്ടിൽ അതിക്രമിച്ചു കയറി കണ്ണിയമ്പുറം സുകുമാരവിലാസിൽ ലക്ഷ്മിക്കുട്ടിയുടെ കഴുത്തിൽ നിന്ന് 1.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാല കവർന്ന കേസിലാണ് അറസ്റ്റ് നടന്നത്. ലക്ഷ്മിക്കുട്ടിയുടെ അയൽവാസിയുടെ വീട്ടിലെ ജോലിക്കാരിയാണ് ഗീത. ഇടയ്ക്ക് ലക്ഷ്മിക്കുട്ടിയുടെ വീട്ടിലും ജോലിക്ക് വരാറുണ്ടെന്ന് ലക്ഷ്മിക്കുട്ടി പറഞ്ഞു. ലക്ഷ്മിക്കുട്ടി പറഞ്ഞ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചോദ്യം ചെയ്യൽ ഗീത കുറ്റം സമ്മതിച്ചെന്ന് പോലീസ് അറിയിച്ചു. അയൽവാസിയുടെ വീട്ടിൽ നിന്ന് ജോലി കഴിഞ്ഞു മടങ്ങുന്നതിനിടെയാണ് കയ്യിൽ കരുതിയിരുന്ന മുഖംമൂടി ധരിച്ച് മാല കവർന്നത്. ലക്ഷ്മിക്കുട്ടിയുടെ കണ്ണിലേക്ക് മുളക് പൊടി എറിഞ്ഞ ശേഷം മാല കൈക്കലാക്കുകയായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. ഗീതയിൽ നിന്ന് സ്വർണ്ണമാലയും മുഖംമൂടിയും കണ്ടെത്തിയതായും പോലീസ് അറിയിച്ചു. SI KJ പ്രവീൺ, ASI കമലം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ഇനി ഒരിടവേള. ഇനി എല്ലാ ആഘോഷങ്ങളും കവിതയിൽ നിന്നാകും. കവിത ഗോൾഡൻ ഡയമണ്ട്സ്. മക്കളുടെ കോളേജ് ഫീസ്, എമർജൻസി ആവശ്യങ്ങൾ, വിവാഹം തുടങ്ങിയ സാമ്പത്തിക ആവശ്യങ്ങൾക്ക് എന്തിന് ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കണം? നിങ്ങൾക്ക് കൈത്താങ്ങാകാൻ ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ് ഒപ്പമുണ്ട്. പുതിയതും പഴയതുമായ വാഹനങ്ങൾക്ക് ആകർഷകമായ വായ്പാ സ്കീമുകൾ ഞങ്ങൾ നൽകുന്നു. അതും കുറഞ്ഞ പലിശ നിരക്കിൽ പരമാവധി ലോണും. ലളിതമായ നടപടിക്രമത്തോടു കൂടി നിങ്ങൾക്ക് ലോൺ ലഭ്യമാകും. കൂടാതെ വാഹന ഇൻഷുറൻസ് സംവിധാനവും ലഭ്യമാണ്. ന്യൂ ശ്രീവരി ഓട്ടോ ഫിനാൻസ്, നിയർ വള്ളുവനാട് ഹോസ്പിറ്റൽ, ഗ്രാൻഡ് മാൾ കോംപ്ലക്സ്, ഒറ്റപ്പാലം. ഫോൺ നമ്പർ 9656444458, 9656444457. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന അത്യപൂർവമായ ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ. ബജറ്റ് ഫ്രണ്ട്ലിയായ ഡെയിലി വെയർ ആഭരണങ്ങൾക്കൊപ്പം മിതമായ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണാവസരം. ഫെബ്രുവരി 10 മുതൽ 14 വരെ നിങ്ങളുടെ ഒറ്റപ്പാലം ഷോറൂമിൽ പഴയ സ്വർണം മാറ്റി വാങ്ങാനുള്ള ഏറ്റവും നല്ല എക്സ്ചേഞ്ച് ഓഫറുകൾക്കൊപ്പം ഏറ്റവും പുതിയ ഡിസൈനർ ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ്. വരൂ, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്ന ഈ സ്വർണ്ണ വിസ്മയത്തിൽ നിങ്ങളും പങ്കാളിയാവൂ. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലം മാറിപ്പോകുന്ന സ്റ്റേഷൻ ഓഫീസർ M സുജിത്തിന് യാത്രയയപ്പ് നൽകി. ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്ഥലമാറ്റം കിട്ടിപ്പോകുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർ M സുജിത്തിന് ഒറ്റപ്പാലം ജനമൈത്രി സമിതി മെമ്പർമാർ ചേർന്ന് യാത്രയയപ്പ് നൽകി. കെൽക്കോ റെസിഡൻസിയിൽ ചേർന്ന യോഗത്തിൽ ഹലോ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് KP മുരളീധരൻ സ്വാഗതം പറഞ്ഞു. മുണ്ടഞ്ഞിറ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പ്രഭാകരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് MK രാജഗോപാൽ, ഗോപാലൻ തുടങ്ങിയവർ ചേർന്ന് സർക്കിൾ ഇൻസ്പെക്ടർ സുജിത്തിന് ഉപഹാരം നൽകി. ഒറ്റപ്പാലം പോലീസ് സബ് ഇൻസ്പെക്ടർ പ്രവീൺ, ജനമൈത്രി പോലീസ് ഓഫീസർ ബിനു രാമചന്ദ്രൻ, VP പാഞ്ചാലി, സുകുമാരൻ, ഉണ്ണികൃഷ്ണൻ, PV നായർ, രവീന്ദ്രൻ നായർ, സുമ, രാജപ്പൻ തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ചിനക്കത്തൂർ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധി അശോക് കുമാർ നന്ദി പറഞ്ഞ യോഗത്തിൽ M സുജിത്ത് മറുപടി പ്രസംഗം നടത്തി. ഒരു പോലീസ് സ്റ്റേഷൻ അല്ലാത്ത ഒരു യാത്രയയപ്പ് തരുന്നു. നമ്മൾ സാധാരണ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾക്ക് യാത്രയയപ്പ് കിട്ടും. അത് ചായ എന്തെങ്കിലും കഴിച്ച് പോകുന്നേ ഉള്ളൂ. പണ്ടൊക്കെയുള്ള കാര്യം പറയുന്നത് ഈ ചായ ബിസ്ക്കറ്റ് എന്തെങ്കിലും കഴിച്ചപ്പോൾ തന്നെ യാത്ര. ഇപ്പോൾ കുറച്ചുകൂടി വിപുലമായി ഒരു
ഫുഡൊക്കെ കഴിച്ചിട്ട് ചെയ്യുന്ന ഒരു സംഗതിയായി. പക്ഷെ പുറമേ ഒരു ആളുകളിൽ നിന്നൊരു യാത്രയപ്പ് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റപ്പാലം എൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ എൻ്റെ സർവീസ് ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഇതാണ്. ഞാൻ എൻ്റെ 21 സ്റ്റേഷനുകളിൽ ഞാനിപ്പോൾ എൻ്റെ സർവീസിനിടയ്ക്ക് ജോലി ചെയ്ത് കഴിഞ്ഞു. 2007 ഞാൻ SI ആയിട്ട് ജോലി ചെയ്ത് കയറിയത്. ഈ ഒറ്റപ്പാലം സ്റ്റേഷൻ എൻ്റെ 21ാമത്തെ സ്റ്റേഷൻ. അപ്പോൾ ഇത്രയും സ്റ്റേഷനുകളിൽ നമ്മൾ വർക്ക് ചെയ്തതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുറേ കാലം ഏറ്റവും കൂടുതൽ ഒറ്റപ്പാലത്തിന് മുമ്പ് വർക്ക് ചെയ്ത് പാലക്കാട് നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു, പാലക്കാട് ടൗൺ പോലീസ് സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ നമുക്കറിയാം ഒരു നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഒറ്റപ്പാലത്തുള്ളത്, അതിൽ യാതൊരു സംശയവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മളൊരു കാര്യം പറഞ്ഞാൽ മനസ്സിലാക്കും. അത് ആരായിക്കോട്ടെ, പൊതുസമൂഹത്തിലുള്ള ആൾക്കാരായിക്കോട്ടെ, രാഷ്ട്രീയക്കാരായിക്കോട്ടെ, ജനപ്രതിനിധികൾ ആരും ആയിക്കോട്ടെ, അവരെല്ലാവരും തന്നെ നമ്മൾ പറയുന്നൊരു കാര്യം അത് അതിൻ്റെ കാര്യമായിട്ട് തന്നെ എടുക്കും, അതിൻ്റെ കൃത്യമായിട്ട് തന്നെ ഇത് പറയും. ഇപ്പോൾ മുരളിയേട്ടൻ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ. ഏതൊരാളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം തോന്നും. അവിടുന്നാണ് ഈ ലോകമഹായുദ്ധം വരെ ഉണ്ടായിട്ടുള്ളത്. കമ്മ്യൂണിക്കേഷനിൽ വരുന്ന ചെറിയ ചെറിയ ഭാഗപ്പേടുകളാണ് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തുന്നത്. യോഗത്തിൽ 25ഓളം ജനമൈത്രി പ്രതിനിധികൾ പങ്കെടുത്തു. ഒറ്റപ്പാലം നഗരസഭയിലെ 23ാം വാർഡ് സൗഹൃദ കൂട്ടായ്മ മീറ്റ്ന ഹെൽത്ത് സെന്ററിലേക്ക് സാധന സാമഗ്രികൾ കൈമാറി. ഒറ്റപ്പാലം നഗരസഭയിലെ 23ാം വാർഡ് സഭാ യോഗം നടന്നു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത യോഗം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ 23ാം വാർഡ് സൗഹൃദ കൂട്ടായ്മ മീറ്റ്ന ഹെൽത്ത് സെന്ററിലേക്ക് 35,000ഓളം രൂപ വില വരുന്ന സാധന സാമഗ്രികൾ കൈമാറി. യോഗത്തിൽ വാർഡ് കൗൺസിലർ ഗോപൻ അധ്യക്ഷത വഹിച്ചു. സാന്ത്വന പരിചരണം ആവശ്യമായ ആളുകൾക്ക് ഉപയോഗിക്കാൻ ആവശ്യമായ സാധനങ്ങളാണ് സൗഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് സെന്ററിലേക്ക് നൽകിയത്. വിതരണം ചെയ്യാണ്. മറ്റത് അത് ഓക്സിമീറ്റർ അതുപോലെ ഉള്ള സാധനങ്ങളൊക്കെയാണ്. മങ്കര ഗ്രാമപഞ്ചായത്തിൽ കൃഷി പാഠശാല സംഘടിപ്പിച്ചു. മങ്കര ഗ്രാമപഞ്ചായത്തിലെ കാരാങ്കോട് പാടശേഖരത്തിൽ മങ്കര ഗ്രാമപഞ്ചായത്തും മങ്കര കൃഷിഭവനും മോഡേൺ അഗ്രിടെക് സർവീസും സംയുക്തമായി ചേർന്നുകൊണ്ട് ഡ്രോൺ സ്മാർട്ട് ഫാമിങ്ങിനെ കുറിച്ച് കർഷകർക്ക് കൃഷി പാഠശാല പരിപാടി സംഘടിപ്പിച്ചു. പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം മങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MN ഗോകുൽദാസ് നിർവഹിച്ചു. നമ്മുടെ കാർഷിക മേഖലയ്ക്ക് അനുയോജ്യമായ കൃഷി രീതികളെക്കുറിച്ച് ഒട്ടനവധി ഗവേഷണങ്ങളും പരിപാടികളും പദ്ധതികളും ഒക്കെ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നുണ്ട്. പക്ഷേ സ്വാഭാവികമായിട്ടും താഴെ തട്ടിലുള്ള കർഷകർക്ക് ഇതിൻ്റെ പ്രയോജനം ശരിയായ രീതിയിൽ കിട്ടാത്ത ഒരു സാഹചര്യവും നിലനിൽക്കുകയാണ്. പല സ്കീമുകളും ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റേത് ഉൾപ്പെടെ പല സ്കീമുകളും വരുന്നത് നോർത്ത് സൈഡിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള അവർക്ക് അനുയോജ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ഒരു ഭാഗത്ത് കൂടെ വരും. സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് പദ്ധതികളുടെ കുറവല്ല, ഇഷ്ടംപോലെ പദ്ധതികളാണ്. നമ്മുടെ കർഷകരെ സംബന്ധിച്ച് ഇപ്പോഴും പരമ്പരാഗത രീതിയിൽ നിന്ന് പൂർണ്ണമായും വിട്ടുവരാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുക. അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പുതിയ ശാസ്ത്ര സാങ്കേതിക കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ബോധവൽക്കരണം വേണ്ട രീതിയിൽ നടപ്പിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ഇന്ന് ഇവരിങ്ങനെ ഒരു CTCRൻ്റെ പദ്ധതിയുടെ കെയർ ഓഫിൽ 2 ദിവസത്തെ പ്രോഗ്രാം ഇവിടെ നടത്തുന്ന ഒരു ഡെമോ നടത്താനാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു ഡെമോ മാത്രമാണ്. ഇതിൽ നിന്ന് കർഷകർക്ക് എന്ത് ലാഭം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കർഷകരുടെ ഉള്ളിലുള്ള സംഭവം എന്താ വെച്ചാൽ ഉഴവ് കൂലിയിൽ പഞ്ചായത്ത് എത്ര സബ്സിഡി കൂടുതൽ വെക്കും, ഉഴവ് കൂലി ഇനത്തിൽ നമുക്ക് എത്ര തരും, വളം വാങ്ങുമ്പോൾ എത്ര സബ്സിഡി നമുക്ക് അതിന് കിട്ടും. ഈ രീതിയിൽ ഇതിൻ്റെ അപ്പുറം നമുക്ക് ചിന്തിക്കാനായിട്ട് നമ്മൾ പലപ്പോഴും ശ്രമിക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതിൽ നിന്ന് നമുക്കൊരു മാറ്റം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗവേഷണങ്ങൾ നടത്തപ്പെടുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മണ്ണ് പരിശോധന നമുക്കറിയാം. കൃഷി ഓഫീസർ ഇപ്പം നിങ്ങളൊക്കെ പാടശേഖര സമിതിയുടെ കൺവീനർമാർ ഇവിടെ ഇരിക്കുന്നുണ്ട്. പലപ്പോഴും മണ്ണെടുത്ത് പരിശോധിക്കാറുണ്ട്. ആ മണ്ണെടുത്ത് പരിശോധിച്ച് ആ മണ്ണിൽ എന്താണ് പ്രയോജനകരമായ വിള എന്നത് നോക്കി ഏത് വിളയാണ് കൂടുതലായിട്ട് നമുക്ക് ലഭ്യമാകുക എന്ന് നോക്കി കൃഷി ചെയ്യുന്നതിന് പകരം മണ്ണ് പരിശോധന കൃത്യമായിട്ട് നടത്തും. അതിനുശേഷം കുറച്ച് ചുണ്ണാമ്പോ വളമോ കൊണ്ടുപോയിടുന്ന ഒരു സംവിധാനം നടത്തുന്നു. പിന്നെ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ സംവിധാനങ്ങളൊക്കെ വരുമ്പോൾ പുതിയ ടെക്നോളജികൾ വരുമ്പോൾ മണ്ണിൻ്റെ ഫലഭൂയിഷ്ടി നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് നമുക്കിതൊക്കെ ചെയ്താലുള്ള മെച്ചമുള്ളൂ എന്ന് വിശ്വസിക്കുന്ന കർഷകരല്ലാത്ത ഒരാളാണ് ഞാൻ.
മോഡേൺ അഗ്രിടെക് സർവീസിലെ റിജീഷ് രാജൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കൃഷി ഓഫീസർ മുകുന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം ICAR CTCRIയിലെ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് സന്തോഷ് മിത്ര ക്ലാസുകൾ നയിച്ചു. കൃഷി ഒരു കമ്പ്യൂട്ടർ പോലെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇത് നമ്മൾ പണ്ട് വീട്ടിലുള്ള മറ്റ് ലാൻഡ് ഫോൺ വരുമ്പോഴുള്ള പ്രയാസം പോലെ അല്ലല്ലോ. ഇപ്പോൾ ഇത് വളരെ സൗകര്യമാണ്. ഇപ്പോൾ ഇനി ആരെങ്കിലും മറ്റേ ഫോണിലേക്ക് തിരിച്ചു പോകും? ആരും തിരിച്ചു പോകില്ല. അപ്പോൾ ഇനി നമ്മൾ ഇതേ ഉപയോഗിക്കും. അതുപോലെ തന്നെ കൃഷി സ്മാർട്ടായി കഴിഞ്ഞാൽ നമ്മളാരും പഴയ കൃഷി ഇതിലേക്ക് പോയില്ല. നിങ്ങളെല്ലാം സ്മാർട്ട് കൃഷിയെ ചെയ്യും, അത് ഉറപ്പാണ്. എനിക്ക് പല വേദികളിൽ പല ജനകീയ നേതാക്കന്മാരുൾപ്പെടെ പലരും ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിക്കഴിഞ്ഞു. കാര്യം നിങ്ങൾ സ്മാർട്ട് കൃഷി ആയിക്കഴിഞ്ഞാൽ പിന്നെ പാരമ്പര്യ കൃഷിക്ക് വേണ്ടി നമ്മൾ ഇതുപോലെ ഡെമോൺസ്ട്രേഷൻ പ്ലോട്ട് നടത്തേണ്ടി വരും. ഇവിടെയാണ് പാരമ്പര്യ കൃഷി നടത്തുന്നത്, ഇത് ഉപയോഗിക്കുകയാണ്. പണ്ട് കാലത്ത് ഇങ്ങനെ ആയിരുന്നു എന്ന് കാണേണ്ടി വരും. ഇപ്പോൾ സ്മാർട്ട് കൃഷി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത കൃഷി എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഈ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട്. ഇപ്പം എനിക്ക് ഉള്ളതിൻ്റെ ഒരു 100 ഇരട്ടി വിവരം നിങ്ങൾ ഓരോരുത്തർക്കും കാണും. അപ്പോൾ ഇതിനകത്ത് ഉള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷങ്ങളായി കണ്ടിരിക്കുന്ന രീതി ഞങ്ങൾ അവലോകനം ചെയ്തതെന്ന് മനസ്സിലായത്, നമ്മൾ ശരിക്കും നമ്മൾ ആവശ്യത്തിൽ കൂടുതലാണ് മണ്ണിലേക്ക് കൊടുക്കുന്നത്, അല്ലെങ്കിൽ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ കൃഷി ചെയ്യുന്നില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാക്കിയത്. നമുക്ക് ഒരു 10-40 വർഷത്തെ കൊളോണിയൽ റൂൾ ഇന്ത്യയിലുണ്ടായിരുന്നു. അപ്പോൾ ആ കൊളോണിയൽ റൂളിൻ്റെ സമയത്ത് സംഭവിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് നെല്ലിന് അനുയോജ്യമായ കൃഷിഭൂമി അവർ നീലത്തിന് വേണ്ടിയും റബ്ബറിന് വേണ്ടിയും മാറ്റി. കാര്യം അവർക്ക് വേണ്ടത് ലാഭം മാത്രമാണ്. ഈ നാട്ടുകാരെ പട്ടിണി കിടന്നാൽ അവർക്ക് പ്രശ്നമല്ല. അവർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ കൃഷി രീതികൾ മാറ്റി. മോഡേൺ കൃഷി എന്ന രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കൃഷി മാറ്റി. ഒടുവിൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷയാണ് അഫക്റ്റ് ആയത്. നെല്ലിന് വേണ്ടി 2 ഗവേഷണ സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ഹൈദരാബാദിലും ഒന്ന് കട്ടക്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. നിങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട്. പ്ലാന്റേഷൻ ക്രോപ്സിന് തെങ്ങിനൊക്കെ വേണ്ടി ചെയ്യുന്ന കാസർഗോഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. കിഴങ്ങിന് വേണ്ടി ഞങ്ങളുടെതുണ്ട്. മീനിന് വേണ്ടിയുള്ളത് കൊച്ചിയിലെ 2 ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഇന്ത്യയിലുണ്ട്. നമ്മുടെ വാഴയ്ക്ക് വേണ്ടി ട്രിച്ചിയിലാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. അപ്പോൾ ഓരോ സ്ഥാപനവും ഓരോ മേഖലയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ആ മേഖലയിൽ അവർ ആ ഒരു പ്രദേശത്തെ മാത്രമല്ല ദേശീയമായിട്ടോ അന്തർദേശീയമായിട്ടോ എല്ലാ വിവരങ്ങളും ശേഖരിച്ച് എല്ലാ തരത്തിലുള്ള വിവരങ്ങളും അതിന് അധിഷ്ഠിതമായി നമ്മുടെ ജനതയ്ക്ക് വേണ്ടി, ഇന്ത്യക്കാർക്ക് വേണ്ടിയുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ കണ്ടീഷൻസിന് വേണ്ടിയുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു. അത് കർഷകരിൽ എത്തിക്കുന്നു വെച്ചാൽ കർഷകരുടെ ഭൂമിയിൽ തന്നെ പരീക്ഷിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതി പുരോഗമിക്കുന്നു. ജില്ലയിൽ ലൈഫ് മിഷൻ പദ്ധതി 3ാം ഘട്ടത്തിൽ വീടും സ്ഥലവുമില്ലാത്തവരുടെ 5352 അപേക്ഷകളിൽ 3126 പേർ എഗ്രിമെന്റ് വെച്ചതായും ഇതിൽ 2601 വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും ലൈഫ് ജില്ലാ കോർഡിനേറ്റർ അറിയിച്ചു. 1ാം ഘട്ടത്തിൽ പാതി വഴിയിൽ നിർമ്മാണം നിന്നുപോയ വീടുകളുടെ പൂർത്തീകരണം 8076 വീടുകളാണ് ഉള്ളത്. ഇതിൽ 7722 എണ്ണം പൂർത്തീകരിച്ചു. 2ാം ഘട്ടത്തിൽ സ്ഥലമുള്ള വീടില്ലാത്തവരുടെ 14978 അപേക്ഷകളിൽ 14787 പേർ എഗ്രിമെന്റ് വെച്ചതിൽ 14492 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലൂടെ ജില്ലയിൽ ഇതുവരെ 355.5 സെന്റ് ഭൂമി ലഭ്യമായി. ഇതിൽ 276.5 സെന്റ് ഭൂമി രജിസ്റ്റർ ചെയ്തു. 11.5 ഗുണഭോക്താക്കൾക്ക് ഭൂമി കൈമാറി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. NSA ജ്വല്ലറി ഗോൾഡ് ഡയമണ്ട് സിൽവർ ഓപ്പോസിറ്റ് KRK കല്യാണ മണ്ഡപം പട്ടിക്കര പാലക്കാട്. കരിമ്പനകളുടെയും പുഞ്ചപ്പാടങ്ങളുടെയും നാടായ പാലക്കാടിന്റെ തിലകക്കുറിയായി NSA ജ്വല്ലറി. മൊബൈൽ 903277943671 94470 40615 98470 40616. ഷൊർണൂർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഷൊർണൂർ ജംഗ്ഷൻ അല്ല, ഇനി മലബാർ ജംഗ്ഷൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഡിജിറ്റൽ ജംഗ്ഷൻ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസുകളുടെ മഹാ ജംഗ്ഷൻ. ലോകോത്തര മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടറുകളുടെ സൂപ്പർ ജംഗ്ഷൻ. മലബാർ ഡിജിറ്റൽ, ഇലക്ട്രോണിക്സ്, ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, കമ്പ്യൂട്ടർ ആൻഡ് ആക്സസറീസ്. മലബാർ ജംഗ്ഷൻ, SMP ജംഗ്ഷൻ, മെയിൻ റോഡ്, ഷൊർണൂർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് ഷോറൂമുകളിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫെസ്റ്റ് സീസൺ 3 ഡിസംബർ 1 മുതൽ 31 വരെ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്മാർട്ട് വാച്ച്, സ്മാർട്ട് ഫോൺ, ഓക്സിജൻ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം 2 ദിവസം താമസം എന്നീ സമ്മാനങ്ങൾ. 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ലക്ഷദ്വീപിലേക്ക് ടൂർ പോകാൻ അവസരം. കൂടാതെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വിദേശയാത്ര, 10 കസ്റ്റമേഴ്സിന് ഡയമണ്ട് റിംഗ്, 5 കസ്റ്റമേഴ്സിന് സ്വർണ്ണ നാണയങ്ങൾ, ഓക്സിജൻ റിസോർട്ടിൽ 2 ദിവസം താമസം എന്നിങ്ങനെ ആകർഷകമായ സമ്മാനങ്ങൾ. ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങൂ, നിരവധി സമ്മാനങ്ങൾ നേടൂ. Bobby Chemanur International Jewelers.
നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ 15 മുതൽ 25ഓളം പേർക്ക് വരെ താമസിക്കുവാൻ സാധിക്കുന്ന AC മുറികൾക്കൊപ്പം തന്നെ 200ഓളം പേർക്ക് പങ്കെടുക്കാവുന്ന അവരുടെ മനസ്സിനിണങ്ങുന്ന തരത്തിലുള്ള ഫംഗ്ഷനുകൾ നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഏവർക്കും ആനമല ഹോം സ്റ്റേസിന്റെ ഭാഗമാവാം. ആനമലാസ് ഹോം സ്റ്റേ. വാർത്തകൾ തുടരുന്നു. ജില്ലാ പഞ്ചായത്ത് പദ്ധതി രൂപീകരണം 2024-25 ഭാഗമായി ഗ്രാമസഭ ചേർന്നു. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി രൂപീകരണം 2024-25 ഭാഗമായി ഗ്രാമസഭ ചേർന്നു. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ചേർന്ന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ ഉദ്ഘാടനം നിർവഹിച്ചു. അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ മോഹൻദാസ് കരട് പദ്ധതി അവതരിപ്പിച്ചു. തുടർന്ന് ഗ്രൂപ്പ് ചർച്ചയും നടന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി അധ്യക്ഷനായ ചടങ്ങിൽ പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V സേതുമാധവൻ, ജില്ലാ പഞ്ചായത്ത് സെക്രട്ടറി M രാമൻകുട്ടി, പ്ലാനിംഗ് കമ്മിറ്റി വൈസ് ചെയർമാൻ BM മുസ്തഫ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ A ഷാബിറ, ശാലിനി കറുപ്പേഷ്, ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, മറ്റു ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. മുളഞ്ഞൂരിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ സമരം ചെയ്തു. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പ്രതിഷേധ സമരം മുളഞ്ഞൂരിൽ നടന്നു. തൊഴിലുറപ്പ് പദ്ധതി തകർക്കുന്ന കേന്ദ്ര സർക്കാർ ഉത്തരവുകൾ പിൻവലിക്കുക, പദ്ധതിയുടെ ലേബർ ബഡ്ജറ്റ് ഉയർത്തുക, യഥാസമയം വേതനം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് NREG വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ മുളഞ്ഞൂരിൽ പ്രതിഷേധ സമരം നടന്നു. CPM ലക്കിടി ലോക്കൽ കമ്മിറ്റി അംഗം P ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് അംഗം K ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി സുഹിത സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ മുൻ പഞ്ചായത്ത് അംഗം V പുഷ്പ നന്ദി അറിയിച്ചു. മാലിന്യമുക്തം നവകേരളം 3ാം ഘട്ട യോഗം കിഴക്കഞ്ചേരിയിൽ ചേർന്നു. മാലിന്യമുക്തം നവകേരളം 3ാം ഘട്ടത്തിന്റെ ഭാഗമായി ആലത്തൂർ ബ്ലോക്കിന് കീഴിലെ കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഫെബ്രുവരി 9-നകം അതത് വാർഡുകളിൽ അങ്കണവാടികളിൽ വാർഡുതല യോഗം നടത്തുന്നതിനും 10-11 തീയതികളിൽ വാർഡുതല സ്ക്വാഡ് പ്രവർത്തനം നടത്താനും യോഗത്തിൽ തീരുമാനമായി. കഴിഞ്ഞ 6 മാസമായി യൂസർ ഫീ ലഭ്യമാകാത്ത വാർഡുകളിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട വീടുകളിലും സ്ഥാപനങ്ങളിലും മാലിന്യ ശേഖരണവും യൂസർ ഫീയും സംബന്ധിച്ച സർക്കാർ ഓർഡറുകൾ ഉൾപ്പെടെ നോട്ടീസ് നൽകുകയും സ്ക്വാഡ് ബോധവൽക്കരണം നടത്തുകയും ചെയ്യും. ഫീൽഡ് വർക്കിന് ശേഷം പഞ്ചായത്ത് തല സമിതി ചേർന്ന് പുരോഗതി വിലയിരുത്തും. യൂസർ ഫീ കളക്ഷൻ 100% സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു. കിഴക്കഞ്ചേരി ഗ്രാമപഞ്ചായത്തിൽ ചേർന്ന യോഗം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രവീന്ദ്രൻ അധ്യക്ഷനായി. നവകേരളം കർമ്മ പദ്ധതി റിസോഴ്സ് പേഴ്സൺ വീര സാഹിബ് വിഷയാവതരണം നടത്തി. AS പ്രതീഷ്, CDS ചെയർപേഴ്സൺ സുശീല, ഹരിതകർമ്മസേനാംഗങ്ങൾ, വാർഡ് അംഗങ്ങൾ, അങ്കണവാടി വർക്കർമാർ, CDS, ADS, ആശാ വർക്കർമാർ, HI, VOമാർ, സന്നദ്ധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചരിത്രത്തിൽ ഇന്ന് കൽപ്പന ചൗള ഓർമ്മദിനം. ബഹിരാകാശ സഞ്ചാരം നടത്തിയ ആദ്യത്തെ ഇന്ത്യൻ വംശജയാണ് കൽപ്പന ചൗള. ഇന്ത്യയിൽ ജനിച്ച അമേരിക്കൻ പൗരത്വമെടുത്ത കൽപ്പന 2003 കൊളംബിയ ബഹിരാകാശ വാഹന ദുരന്തത്തിലാണ് മരണമടയുന്നത്. 1997 നാസയുടെ ബഹിരാകാശ യാത്രയിൽ അവർ അംഗമായിരുന്നു. ഹരിയാനയിലെ കർണാലിയിലാണ് കൽപ്പന ചൗള ജനിച്ചത്. കർണാലിയിലെ ടാഗോർബാൽ നികേതനിലായിരുന്നു സ്കൂൾ വിദ്യാഭ്യാസം. 1982 പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തു. തന്റെ കോളേജിൽ നിന്ന് ഈ വിഷയത്തിൽ ബിരുദമെടുത്ത ഒരേയൊരു വനിതയായിരുന്നു കൽപ്പന. ആകാശ കൗതുകങ്ങളോടുള്ള അദമ്യമായ അഭിനിവേശമായിരുന്നു മറ്റാരും തിരഞ്ഞെടുക്കാത്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ കൽപ്പനയെ പ്രേരിപ്പിച്ചത്. ബിരുദാനന്തര ബിരുദ പഠനത്തിന് അമേരിക്കയിലെത്തിയ കൽപ്പന ആർലിംഗ്ടണിലെ ടെക്സാസ് സർവകലാശാലയിൽ ചേർന്നു. 1984 എയ്റോസ്പേസ് എഞ്ചിനീയറിംഗിൽ ബിരുദാനന്തര ബിരുദം നേടി. 1986 സയൻസിൽ രണ്ടാമതൊരു ബിരുദം കൂടി കരസ്ഥമാക്കി. 1988 കൊളറാഡോ സർവകലാശാലയിൽ നിന്ന് ഗവേഷണ ബിരുദവും അതേ വർഷം നാസയുടെ കാലിഫോർണിയയിലുള്ള ഗവേഷണ കേന്ദ്രത്തിൽ ജോലിക്ക് ചേർന്നു. അമേരിക്കയിലെത്തിയ ശേഷം എല്ലാത്തരം വിമാനങ്ങളും പറത്താൻ കൽപ്പന വൈദഗ്ധ്യം നേടി. വിമാനങ്ങളോടുള്ള ഈ അടങ്ങാത്ത സൗഹൃദം അവരുടെ ജീവിതത്തെ ഒരു വൈമാനികനുമായി അടുപ്പിച്ചു. ജീൻ പിയറി ഹാരിസൺ അങ്ങനെ കൽപ്പനയുടെ ജീവിത പങ്കാളിയായി. വൈമാനിക പരിശീലകനും സാങ്കേതിക എഴുത്തുകാരനുമായിരുന്ന ഹാരിസൺ അമേരിക്കൻ പൗരത്വം നേടിയ ജീൻ പിയറി ഹാരിസനെ 1983 ഡിസംബർ 2 വിവാഹം ചെയ്തത്. 1995 നാസയുടെ ബഹിരാകാശ ഗവേഷണ സംഘത്തിൽ അംഗമായതോടെ തന്റെ എക്കാലത്തെയും സ്വപ്നമായ ബഹിരാകാശ യാത്രയിലേക്കുള്ള വാതിലുകൾ കൽപ്പനയ്ക്ക് മുമ്പിൽ തുറന്നു. കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ അംഗമാകാൻ പ്രതീക്ഷയോടെ അപേക്ഷ നൽകി. വിദ്യാഭ്യാസ പശ്ചാത്തലം, വിമാനം പറത്തുന്നതിനുള്ള വൈദഗ്ധ്യം, അസാധാരണ ശാരീരിക ക്ഷമത എന്നീ ഘടകങ്ങൾ പരിഗണിച്ചാണ് നാസ കൽപ്പനയും ബഹിരാകാശ യാത്രാ സംഘത്തിൽ അംഗമാക്കിയത്. നാസയുടെ STS-87 എന്ന ബഹിരാകാശ ദൗത്യത്തിൽ ഭാഗമായിരുന്നു കൽപ്പനയുടെ ആദ്യ ശൂന്യാകാശ യാത്ര.
കൊളംബിയ ബഹിരാകാശ വാഹനം എന്ന ബഹിരാകാശ വാഹനത്തിൽ 1997 നവംബർ 19 5 സഹഗവേഷകർക്കൊപ്പം അവർ ചരിത്രത്തിലേക്ക് പറന്നുയർന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.